നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. ഞാൻ മുന്നേ ഒരുപാട് സെഷൻസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത് അല്ലെ, ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ മുന്നേ ഒരുപാട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഇവിടെ നമ്മൾ ഫാക്ട്സ് അല്ല, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരാനുള്ള ആ ഒരു വഴി, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ആക്ടുകളിൽ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോവുകയുള്ളൂ. അതിന്റെ ഫാക്ട്സിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒറിജിനെ പറ്റി ഒരു എസ്സേ ചോദിച്ചാലുള്ള ക്വസ്റ്റ്യൻ ആൻസറും, രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ അമെൻമെന്റിനെ പറ്റി ഒരു എസ്സേ ചോദിച്ചാലുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരവാണ്. നമ്മൾ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസിന്റെ എസ്സേ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തരവാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ നമുക്കറിയാം അല്ലേ, നമ്മൾ ഈ പ്രിയാമ്പിളൊക്കെ നമുക്കറിയാം അല്ലേ, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്രിയാമ്പിളാണ്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇന്ത്യൻ നിയമത്തിന്റെ തന്നെ ഫണ്ടമെന്റൽ ബേസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇന്ത്യൻ പൊളിറ്റി. സോ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ആക്ട് ആണ്, എല്ലാവർക്കും അറിയുന്ന ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അപ്പൊ ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫംഗ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇതിനുശേഷം വന്ന ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടില് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ടെറിട്ടറീസിലെ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കൺഫോമിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലാണ് ബ്രിട്ടീഷ് പൊസഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു അതിനെ മാറ്റിയെടുക്കണം. ആദ്യമായിട്ട് കമ്പനി വന്നു. കമ്പനി 1606 അറിയാലോ, 1600s കമ്പനി ഉണ്ടാവുന്നത്. അതിനുശേഷം ചാർട്ടർ കൊടുക്കുന്നു കമ്പനിക്ക്. അതിനുശേഷം നേരെ അത് ഇന്ത്യയിലേക്ക് വരുന്നു. അതിന്റെ കച്ചവട രീതിക്ക് വേണ്ടി പല ക്രൂഡ് അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് 1773 ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 1773 ആക്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്, കമ്പനി ആ സമയത്ത് ഇന്ത്യയിലെ വളരെ നല്ല രീതിയിൽ കമ്പനീന്റെ അകത്ത് തന്നെ ഒരുപാട് കറപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെഗുലേറ്റിംഗ്, അതാണ് ഈ റെഗുലേറ്റിംഗ് എന്നൊരു പദം അതിൽ വരാനുള്ള റീസൺ. ബിക്കോസ് കമ്പനിയുടെ സർവൻസിന് അല്ലെങ്കിൽ കമ്പനിക്കാരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ റാണി അല്ലെങ്കിൽ അവിടുത്തെ ക്യൂവിന് പുറപ്പെടുവിച്ച ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അതുകൊണ്ടാണ് അപ്പോൾ അവർ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, കമ്പനി അവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കും, പക്ഷെ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻ, ഇതാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. അങ്ങനെ രണ്ട് രീതിയിൽ കമ്പനിയുടെ ഫംഗ്ഷൻസിനെ വേർതിരിച്ചു കൊടുത്ത ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അതിനുശേഷം വരുന്ന ആക്ട് 1784ലാണ്. നിങ്ങൾ നോക്കുക, ഇതിനൊരു ഡിഫറൻസ് നിങ്ങളൊരു 11 വർഷം കാണും അല്ലെ. ആ ഒരു ഡിഫറൻസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ട്സ് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. കാരണം 11 വർഷമാണ് ഈ രണ്ട് ഡബിൾ ടി വരുന്നത്. ടീനെ നമുക്ക് 11 ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ 1773 ശേഷം 1784 വരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ടില് നമ്മുടെ കമ്പനി ടെറിട്ടറീസിനെ, ഇന്ത്യയിലുള്ള കമ്പനിയിലുള്ള ടെറിട്ടറീസിനെയൊക്കെ ബ്രിട്ടീഷ് പൊസഷൻസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് നോളജ് ഒക്കെ ഉണ്ടായിരുന്ന ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻസിന് മനസ്സിലായത്, ഓക്കെ ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷിന്റെ അണ്ടറിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്ഷൻ അവിടെ വന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലായത്, അതായത് ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വെളിപാട് വന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784ലാണ്. അതിനുശേഷം വന്നത് 1833ലാണ് ചാർട്ടർ ആക്ട് ആണ്. ചാർട്ടർ ആക്ട് എല്ലാ 20 വർഷമാണ് വരുന്നത്, അറിയാമായിരിക്കും, ഞാൻ ഒന്നുകൂടെ പറയുന്നുള്ളൂ. സോ 1833ലാണ്. ഈ 1833 പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യമായിട്ടാണ് നമ്മുടെ ആക്ട് ക്രിയേറ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാവിംഗ് അതോറിറ്റി over the entire territorial area possessed by the British in India led to a centralization of administration in British India. പിറ്റ്സ് ഇന്ത്യ ആക്ടില് ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ, ചാർട്ടർ ആക്ടില് നമ്മുടെ ടെറിട്ടോറിയൽ ഏരിയനെ ഫുൾ ബ്രിട്ടീഷ് കൈക്കടത്തിനെ ബ്രിട്ടീഷ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറി. അതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833 ഏറ്റവും മുഖ്യമായ കാര്യം. ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 20 വർഷത്തിന് ശേഷം വരുന്ന ചാർട്ടർ ആക്ട് ആണ്. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് ലെജിസ്ലേഷനെ മാറ്റിക്കഴിഞ്ഞു 1853 ആയപ്പോൾ. അതിനുശേഷമാണ് 1858 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മൊത്തത്തിൽ അങ്ങ് താറുമാറിയാക്കി പറഞ്ഞു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നുമില്ല, ഇനി നിങ്ങളെല്ലാം എൻ്റെ കീഴിലാണ്, ക്രൗണിന്റെ കീഴിലാണ്. അപ്പൊ ക്രൗണിന്റെ കാര്യമാണ്, ഈ ക്രൗൺ ആണ് ഇനി ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് ക്രൗണിലേക്ക് കാര്യങ്ങളെല്ലാം പോയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അതിനുശേഷം വന്നതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകൾക്ക് UPSC തന്നെ 3-4 തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 1861 പോർട്ട്ഫോളിയോ സിസ്റ്റം, അതായത് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ മന്ത്രി, ഇപ്പൊ നമ്മൾ പറയാം ലോയർ മിനിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട്, അങ്ങനെ നമ്മൾ സെക്ഷൻ തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ 1961 കൊണ്ടുവന്നു പോർട്ട്ഫോളിയോ സിസ്റ്റം. ഇന്ത്യയിലേക്ക് വന്നത് 1861 കൗൺസിൽസ് ആക്ടിലാണ്. ഇന്ത്യൻസിനെ നോമിനേഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇന്ത്യൻസിന് നോമിനേഷൻ കൊടുത്ത് ഈ ഒരു ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുപോലെ റെസ്റ്റോറേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഇഷ്യൂവൻസ് ഓഫ് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്തു. ഇതെല്ലാം 1861 ദി പോർട്ട്ഫോളിയോ സിസ്റ്റം അസോസിയേറ്റിംഗ് ഇന്ത്യൻസ് വിത്ത് ദി ലോ മേക്കിംഗ് പ്രോസസ്. ഇതെല്ലാം ഈ ഒരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 നടന്നത്. അതിനുശേഷം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 വന്നു. 1892 ഒഫീഷ്യൽ മെജോറിറ്റി എല്ലായിടത്തും, അതായത് എല്ലായിടത്തും ബ്രിട്ടീഷുകാര് ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ അവിടെ 60 പേരും ബ്രിട്ടീഷുകാരായിരിക്കും, ബാക്കി 40 പേരായിരിക്കും ഇന്ത്യൻസ്. ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഒഫീഷ്യൽ മെജോറിറ്റി അവിടെ അപ്പോഴും ഇംഗ്ലീഷുകാർ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ലിമിറ്റഡും ഇൻഡയറക്റ്റ് പ്രൊവിഷനും ആയിരുന്നു. ഇൻഡയറക്റ്റ് എലക്ഷൻസ് യൂസ് ചെയ്തായിരുന്നു നോൺ ഒഫീഷ്യൽ സീറ്റ്സ് ഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 അല്ലെങ്കിൽ മിന്റോ റിഫോംസ് എന്ന് പറയും. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്ന വളരെ പ്രമാദമായ ഒരു ആക്ട് ആണ് 1909. അതിനുശേഷം വന്ന ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, ഡയാർക്കേറ്റ് പ്രൊവിൻസ്. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതിയത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇത് ഞാൻ ആ ഒരു ഫോർമാറ്റിലാണ്, ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം മതി. കാരണം നമുക്കൊരു പേജിന്റെ ഒരു ലിമിറ്റ് കാണും, ആ ലിമിറ്റിനുള്ളിൽ നമുക്ക് നിൽക്കണം. അതാണ് നമ്മുടെ എയിം. അല്ലാണ്ട് നമുക്ക് ഹിസ്റ്ററി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതിനുശേഷമാണ് 1919 ശേഷമാണ്, 20 വർഷത്തിന് ശേഷം 1929 അടുത്ത ഒരു ആക്ട് വരേണ്ടത്. പക്ഷേ അതിന് പകരം 3 വർഷം മുന്നേ 1927 ആയപ്പോഴേ സൈമൺ കമ്മീഷനെ വിട്ടു. സൈമൺ കമ്മീഷനെ വിട്ടതിന് കാരണം എന്ന് പറയുന്നത് പ്രൊവിൻസസിൽ ഒരു റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അറിയാം, ഗോ സൈമൺ ഗോ അല്ലേ, അതൊക്കെ നമുക്കറിയാം. അടുത്ത നെഹ്റു റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻസിന്റെ ഇടയിൽ നിന്ന് വന്ന ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടേതായ ഒരു ഭരണഘടനയ്ക്കുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു നെഹ്റു റിപ്പോർട്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയമായപ്പോൾ 1930s ഒക്കെ ആയപ്പോൾ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ പൂന പാക്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മൾ വെല്ലുവിളിച്ചതാണ്, നിങ്ങൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നല്ല, നിങ്ങളെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മളെ വെല്ലുവിളിപ്പിച്ചിട്ടാണ് നമ്മൾ മോട്ടിലാൽ നെഹ്റു ആദ്യത്തെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, നെഹ്റു റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഈ നെഹ്റു റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെ ബേസ് ചെയ്ത് നമ്മുടെ മുസ്ലിം ലീഗുകാരും എന്ത് ചെയ്തു, മുസ്ലിം ലീഗുകാർ ഇതിനെ ഒപ്പോസ് ചെയ്തു, നെഹ്റു റിപ്പോർട്ടിനെ ഒപ്പോസ് ചെയ്തു. അതിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ അടിയായി. ഓക്കെ, അതായത് അവർ ആക്ച്വലി ബ്രിട്ടീഷ് ആ സമയത്ത് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഇന്ത്യൻസിനെ മൊത്തം ഡിവൈഡ് ചെയ്ത് ബ്രിട്ടീഷുകാർ ആ ഒരു പീക്ക് ടൈമിലാണ് ബ്രിട്ടീഷുകാർ പറയുന്നത് നിങ്ങളെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഇപ്പോൾ ഓൾറെഡി പ്രശ്നമാണ്, ഇതിനിടയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ ഉണ്ടാക്കേണ്ട ഒരു കുറവേ ഉള്ളൂ എന്നും അവർ പറഞ്ഞത്. അതിനുശേഷം ഈ നെഹ്റു റിപ്പോർട്ടിൽ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. അതിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റിന്റെ കാര്യം പറയുന്നുണ്ട്, യൂണിവേഴ്സൽ സഫ്രേജ് ഫോർ അഡൾട്ട് പറയുന്നുണ്ട്, ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇതെല്ലാം നെഹ്റു റിപ്പോർട്ടിൽ ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓൾ ഇന്ത്യ ഫെഡറേഷൻ, ബൈക്യാമറലിസം, റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഫെഡറൽ കോർട്ട്, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നതാണ്. അതിനുശേഷം നമ്മൾ കുറെ പോരാടി അവസാനം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 പ്രകാരം 2 ഡൊമിനിയൻസ് ആയിട്ട് തിരിച്ചു, ഒന്ന് ഇന്ത്യ, ഒന്ന് പാകിസ്ഥാൻ. അങ്ങനെ 2 ഡൊമിനിയൻസിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസും വന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുന്നേ വന്ന ഒരു സംഭവം. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് M.N. റോയ് ആണ്. ഈ പുള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യയുടെ ഒരു പയനിയർ ആണ് അല്ലെ. ഓഗസ്റ്റ് ഓഫ് 1940 എന്ന് പറയുന്നത് വളരെ രീതിയിൽ ആൾക്കാരുടെ ഡിമാൻഡ്സ് ഒക്കെ വളരെ രീതിയിൽ എന്ത് ചെയ്തു, ഫെയിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ക്രിപ്സ് മിഷനും ഫെയിൽ ചെയ്തു.
പിന്നെയാണ് ക്യാബിനറ്റ് മിഷൻ 1946 വന്നത്. 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഐഡിയ റിജക്ട് ചെയ്തു. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും വരാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ മൊത്തത്തിൽ അത് എല്ലാ മാസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തത് അഡൾട്ട് ഫ്രാഞ്ചൈസ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ എലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഹിന്ദു ഡോമിനേറ്റഡ് ബോഡി ആയിരുന്നു, കോൺഗ്രസ് ഡോമിനേഷൻ ആയിരുന്നു. ഇതൊക്കെ ആദ്യത്തെ സമയത്ത് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ക്രിറ്റിസിസം ആയിരുന്നു. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിലീജിയൻസ് കമ്മ്യൂണിറ്റീസിൻ്റെയും ഒപ്പീനിയൻസിൻ്റെയും ഡിഫറെൻറ്റ് ഷെയ്ഡ് റെപ്രസെൻറ്റ് ചെയ്തതിന് വളരെ വലിയ ഉദാഹരണമാണ് BR അംബേദ്കർ അല്ലേ, അതുപോലെ നമ്മുടെ നെഹ്റു, ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇവരൊക്കെ വളരെ വലിയ രീതിയിലുള്ള പല പല ഏരിയാസ് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ. ഈവൻ കേരളത്തിൽ നിന്ന് വരെ ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഇറ്റ്സ് അബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തൊക്കെയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ്, സോവറിൻ, റിപ്പബ്ലിക്, ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് ഫോർ പീപ്പിൾ, സേഫ് ഗാർഡ് ഫോർ സെക്ഷൻസ്, പ്രിയാമ്പിൾ, ഇതൊക്കെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് വരുന്നത്. ഇനി എൻഫോഴ്സ്മെന്റ് ആൻഡ് എനാക്ട്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ജനുവരി 26, 1950 ആണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് പറയുന്നത്. അതിനാണ് നമ്മൾ എന്തായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മുടെ 104th അമെൻമെന്റ് ആക്ടിനെ ബേസ് ചെയ്ത് SC/ST റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ആക്ടാണ് 104th അമെൻമെന്റ് ആക്ട് 2020. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം, അങ്ങനെയാണ് നമ്മൾ അമെൻമെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറയുക, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിന് അതിനെ ബേസ് ചെയ്തിട്ട് സെൻട്രൽ ഈസ് പ്ലാനിങ് ടു ബ്രിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ടു റീസ്റ്റോർ ദി റൈറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു ഐഡന്റിഫൈ ആൻഡ് നോട്ടിഫൈ SCBCs. അപ്പോൾ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് SCBCസിനെ നോട്ടിഫൈ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനുള്ള പവർ തിരിച്ചു കൊടുക്കുന്ന രീതി റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 104th അമെൻമെന്റ് ആക്ട് 2020 SC/ST റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആക്ടാണ്. ആർട്ടിക്കിൾ 368 പാർട്ട് 20 ആർട്ടിക്കിൾ 368 ആണ് നമ്മുടെ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ കൊടുക്കുന്നത്. പക്ഷേ എന്നും പറഞ്ഞു പാർലമെന്റിന് തോന്നുന്ന കണക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ച് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്രൊസീജിയർ പറയുന്നുണ്ട്. ഇത് നെയ്തർ ഫ്ലെക്സിബിൾ ആണ് നോർ റിജിഡ് ആണ്. ക്വാസി എന്താ പറയുക, ഫ്ലെക്സിബിളും അല്ല, ഭയങ്കര ഫ്ലെക്സിബിളും അല്ല, ഭയങ്കര റിജിഡും അല്ല. അത് രണ്ടും കൂടെ ചേർന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ആ ബേസിക് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അമെൻഡിങ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊസീജിയർ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 368 പ്രകാരം എങ്ങനെ നമുക്ക് അമെൻമെന്റ് കൊണ്ടുവരാം. ഒന്നെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു പാർലമെന്റിൽ എന്ത് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇത് പഠിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു പാർലമെന്റിൽ ഒരു മെമ്പറാണ്, ഞാൻ എന്താണ് ലോകസഭയിൽ ഒരു മെമ്പറാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും. അപ്പൊ എനിക്കൊരു അമെൻമെന്റ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒന്നിൽ എൻ്റെ ഹൗസ്, ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭ, എവിടെയെങ്കിലും ഒരിടത്ത് എന്ത് ചെയ്യും, ഇത് ഇനിഷ്യേറ്റ് ചെയ്യും. പക്ഷെ ഞാനിത് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഞാൻ എന്താവണമെന്നില്ല, മിനിസ്റ്റർ തന്നെ ആവണമെന്നില്ല. എനിക്കൊരു പ്രൈവറ്റ് മെമ്പറും ആവാം. പ്രൈവറ്റ് മെമ്പർ വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഓഫ് ദി പ്രസിഡന്റ് ഓൾസോ നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യേറ്റ് ചെയ്യാം. ഓരോ ബില്ലും ഓരോ ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. മനസ്സിലായോ? അതായത് ഞാനിപ്പോൾ ലോകസഭയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ലോകസഭയിലും അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റി രാജ്യസഭയിലും എന്ത് ചെയ്യണം, പാസ്സാകണം. അത് ഓരോ സഭയും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കണം. ഇവിടെ ജോയിന്റ് സിറ്റിങ്ങിനൊരു പ്രൊവിഷൻ ഇല്ല. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരുമിച്ചിരുത്തി സ്പെഷ്യൽ മെജോറിറ്റി പാസ് ചെയ്യാൻ പറ്റില്ല. അതിന് ക്രൂഷ്യലായിട്ട് ഓരോ സഭയിൽ നിന്നും ഈച്ചായിട്ട് പാസ്സാവണം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ പ്രൊവിഷൻസ് ആണെങ്കിൽ, അതാണ് നമ്മൾ അമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റേറ്റുകൾക്ക് ചോദിച്ചിട്ട് പകുതി 50% ഓഫ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യണം, റാറ്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ്സ് റാറ്റിഫൈ ചെയ്യുന്നതിന് സ്റ്റേറ്റ് അവരുടെ സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, ബില്ല് പാസ് ചെയ്ത് ജസ്റ്റ് അതിനെ ഒന്ന് എന്ത് ചെയ്യും, സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്യുകയാണെങ്കിൽ അത് റാറ്റിഫൈ ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള പകുതിയോളം സ്റ്റേറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെഡറൽ പ്രൊവിഷന് നമുക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാം. അങ്ങനെ രണ്ട് ഹൗസിൽ നിന്നും നമ്മുടെ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റിന് അസെന്റ് കൊടുക്കാം. ഓക്കെ,
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിന് പ്രസിഡന്റ് ഉറപ്പായിട്ടും എന്ത് കൊടുക്കണം? ഒപ്പിട്ട് കൊടുക്കണം. പ്രസിഡന്റിന്റെ അസന്റിന് ശേഷം ബിൽ എന്താവുന്നു? ആക്ട് ആവുന്നു. ഇനി മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റിൽ പാസ് ചെയ്യുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതൊക്കെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് വേണം മാറ്റാൻ. സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റിൽ മാറ്റാൻ പറ്റുന്നത് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ മാപ്പിന് ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മുടെ പാർലമെന്റിന് റീഡ്രോ ചെയ്യാം. അതായത് പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കാം. ഇപ്പൊ കേരളത്തിനെ വെട്ടിത്തുണ്ടി 3, 4, 5, 6, 8 ആക്കാം. ആരും ചോദിക്കാൻ പോകില്ല, കാരണം അത് പാർലമെന്റിന് ഫുൾ പവർ ഉണ്ട്. സോ അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറി ഫോർമേറ്റ് ചെയ്യുക, അതിന്റെ ആൾട്രേഷൻ ചെയ്യുക, നെയിം മാറ്റുക, എന്ത് വേണോ ചെയ്യാം. അതേപോലെ തന്നെ അബോളിഷൻ ആൻഡ് ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ സ്റ്റേറ്റ്സ്. പിന്നെ സെക്കൻഡ് ഷെഡ്യൂള് ക്വാറം ഇൻ പാർലമെന്റ്, സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് മെമ്പർ ഓഫ് പാർലമെന്റ്, ഇതും സിമ്പിൾ മെജോറിറ്റി പാസ്സായാൽ മതി. Rules of procedure in parliament, privileges of the parliament's member committee, അതും simple majority. English language parliament യൂസ് ചെയ്യുക, അതുപോലെ പാർലമെന്റിലെ ഇലക്ഷനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇലക്ഷനും അതും simple majority പാസ് ചെയ്യാം. Number of puisne judges in Supreme Court, conforming to the more jurisdiction in Supreme Court. Official language, citizenship, acquisition, termination, delimitation of constituencies, union territories. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിറ്റിസൺഷിപ്പിന്റെ പറ്റി എന്ത് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന അൾട്ടിമേറ്റ് പവർ പാർലമെന്റിനാണ്. നമ്മൾ ഇവിടെ കിടന്ന് ഘോരെ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അൺടിൽ ആൻഡ് അൺലെസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാതെ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് വഴി അവർക്ക് സിറ്റിസൺഷിപ്പിന്റെ എന്ത് പ്രൊവിഷൻസ് എന്ത് ചെയ്യാൻ മാറ്റാൻ പറ്റും. പിന്നെ 5th ഷെഡ്യൂൾ, നമ്മുടെ ഷെഡ്യൂൾഡ് ഏരിയാസിനെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന 5th ഷെഡ്യൂളും അതുപോലെ 6th ഷെഡ്യൂളും അമെൻഡ് ചെയ്യാൻ സിമ്പിൾ മെജോറിറ്റി മതി. അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാം. സെക്കൻഡ് ഷെഡ്യൂള് ക്വാറം ഇൻ പാർലമെന്റ്, സാലറീസ് ആൻഡ് അലവൻസ് മെമ്പർ ഓഫ് പാർലമെന്റ്, ഇത് ഇത്രയും അവർക്ക് മാറ്റാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണോ വേണ്ട എന്നൊക്കെ പാർലമെന്റിന് തീരുമാനിക്കാം. എത്ര സുപ്രീം കോടതിയിൽ എത്ര പ്യൂനി ജഡ്ജസ് വേണമെന്നും ഇവർക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, അക്വിസിഷൻ, ടെർമിനേഷൻ, അതുപോലെ ഡിലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി, ഇതും ആർക്ക് തീരുമാനിക്കാം? പാർലമെന്റിന് തീരുമാനിക്കാം. 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും സിമ്പിൾ മെജോറിറ്റിയോടെ തീരുമാനിക്കുക. ഇനി സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് വേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സ്റ്റേറ്റിന് കുറച്ചുകൂടി പവർ ഉണ്ട്. അവരുടെ സ്റ്റേറ്റിന് കൺസെന്റ് ഉണ്ടെങ്കിൽ ഇത് പാസ്സാവും. ഒന്നെന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് മാനർ, extent of the executive power of the union and states, Supreme Court and High Court, distribution of legislative powers between union and states, any of the listed 7th schedule, representation of states in parliament, power of parliament to amend constitutional procedure. അതായത് ആർട്ടിക്കിൾ 368 itself തന്നെ അമെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് വേണം. അതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അല്ലാത്ത രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ് വഴി, അല്ലെ? നമ്മൾ ആർട്ടിക്കിൾ 21 നമ്മൾ എന്തൊക്കെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അത് ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ് വഴി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വഴിയാണ് നമ്മൾ ചെയ്യാറ്. അതേപോലെ കൺവെൻഷൻസ് ഉണ്ട്, നമ്മൾ ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുവഴി നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡബിലിറ്റി എന്ത് ചെയ്യും? കുറെ കൂടി ഫ്ലെക്സിബിളും അഡാപ്റ്റബിളും ആക്കും. സോ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചരിത്രവും നമ്മൾ പഠിച്ചു പോയി. അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ക്ലാസ്സസ് കൂടുതൽ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിന്റ്സും പഠിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റും അറിയാം. നിങ്ങൾക്ക് ലോങ് ടേം മെമ്മറിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പല പല പോയിന്റ്സിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടും. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് MP3 ആക്കിയിട്ട് നിങ്ങൾക്ക് വോയിസ് കേട്ടും പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. കമൻറ്റ്സ് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു, ബൈ.